എനിക്ക് പ്രതികരിക്കാൻ നിന്ന ഒത്തിരി പേരോട് പ്രതികരിക്കണം. ഓരോരുത്തരുടെ റീച്ചിന് വേണ്ടി ഇടുന്ന വീഡിയോയ്ക്കല്ല ഞാൻ പ്രതികരിക്കാൻ നിന്ന എങ്ങനെ ഇരിക്കും? അർഹതപ്പെട്ടവർ ഞാൻ ഇനിയും കാക്കും. ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് എത്ര നെഗറ്റീവ് ഉണ്ടായാലും. അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ വരുമെന്ന്. എന്നെപ്പോലെയുള്ള കുട്ടികളെ ഇനിയും ഒരുപാട് മുന്നോട്ട് സഹായിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട്. ഫ്ലക്സും ചാക്കുകളും ഉപയോഗിച്ച് മറച്ച ഷെഡിൽ വർഷങ്ങളോളം അന്തിയുറങ്ങിയ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിക്കും കുടുംബത്തിനും അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ. കോട്ടയം അയർക്കുന്നത്താണ് ഇത്തരത്തിലൊരു മനോഹരമായ വീട് അദ്ദേഹം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. 19 വയസ്സുകാരിയാണ് ഈ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി. ഈ കുട്ടിയെ വീട്ടിൽ തനിച്ചാക്കി മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് അടച്ചുറപ്പില്ലാത്ത വീടാണ്. അതിനാൽ തന്നെ നായ്ക്കളെ കാവലിരുത്തിയാണ് അവർ ജോലിക്കായി പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. അത്രത്തോളം ദയനീയമായൊരു അവസ്ഥയിലാണ് ഈ കുടുംബം ജീവിച്ചു വന്നത്. ആ കുടുംബത്തിനാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു വീട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത്. വീടില്ലാതെ ഞങ്ങൾ നനഞ്ഞ് വെള്ളം വീഴുന്നിടത്ത് ഞാൻ ഈ ഫ്ലെക്സ് ബോർഡ് കണ്ടിച്ച് തിരികെ വെച്ചോടെ. അപ്പോൾ തിണ്ണ മുഴുവൻ ഈ ഫ്ലെക്സ് ബോർഡ് മുറിച്ച് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പേര മൊത്തം താഴോട്ട് പോയി വീടൊന്ന് വെച്ച് തരാനായിട്ട് ഒരുപാട് പേരോട് സഹായിച്ചു. നനയാതെ കിടക്കാനൊക്കെ ഞങ്ങൾക്ക് വലിയ ബംഗ്ലാവോ കൊട്ടാരോ ഒന്നും വേണ്ടായിരുന്നു. നനയാതെ, കാരണം ഇന്ന് നടക്കാൻ മേലാത്ത കുഞ്ഞല്ലേ, ഇതിനെ നനയാതിരുത്താനായിട്ട് മാത്രം ആരും സഹായിച്ചില്ല. ആരും സഹായിച്ചില്ല. അങ്ങനെ വിഷമിച്ച് ഞാനിരിക്കും. ഞാൻ എപ്പോഴും കരച്ചില്ല. എന്നിട്ട് ഇവളെന്നോട് പറഞ്ഞു, അമ്മ നമുക്കൊരു വീട് ഈച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരിലൂടെ എങ്കിലും നടത്തി തരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ 2ാമത്തെ ദിവസമാണ് അച്ചായൻ ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് 3 മാസം കൊണ്ട് ആ വീട് വെച്ച് എൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് വെച്ച് തന്നു. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് അകത്തൂടി നടക്കാൻ വേണ്ടി ഒരു നല്ലൊരു വീൽ ചെയറും തന്നു. ഇതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നോ. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം തനിച്ചാക്കിയിട്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുകയില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. കാര്യം +2 വരെ പഠിച്ചെന്ന് പറഞ്ഞാലും എല്ലാ കാര്യവും ഒക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കതകൊന്നും ഇല്ലാത്ത വീടായിരുന്നു. ഇന്ന് എനിക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ആക്കിയിട്ട് എനിക്കൊരു ജോലിക്ക് പോയി. ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ വരുമെന്ന്. അങ്ങനെ കണ്ട നന്മ വരയ്ക്കുക എന്നും ഞങ്ങൾ മരണം വരെ ഞങ്ങൾ എന്നും ഓർമ്മയിലുണ്ടാവും. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ എന്നെപ്പോലെയുള്ള കുട്ടികളെ ഇനിയും ഒരുപാട് മുന്നോട്ട് സഹായിക്കാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട്. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഈ സഹായം. ശരിക്കും ഞാൻ ഈ വീട് ആദ്യം വന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അതായത് ഷെഡെന്നും പറയത്തില്ല, ഒരു കൂര എന്ന് മാത്രമേ പറയൂ. കാരണം മഴ വന്ന് വെള്ളം ഒലിച്ച് ആകെ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു അവർ. പിന്നെ ഞാൻ എൻ്റെ സ്റ്റാഫിനെ വിടുകയും രണ്ടാമത് ഞാൻ വരികയും കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേനും ഏതായാലും ഇവർക്ക് ഒരു വിധത്തിലും, കാരണം 19 വർഷമായിട്ട് ഈ അമ്മ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുക. ഓർത്ത് നോക്കി, 19 വർഷം ആരുമില്ല, ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകുമ്പോൾ ഈ അമ്മ ചെയ്യുന്ന എന്താ, പട്ടികളെ കൂട്ടിനിരുത്തിയിട്ട് പോവുക. ആ അമ്മയുടെ അവസ്ഥ ഓർത്തേ. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നുന്നത് ഇവർക്ക് നല്ലൊരു വീട് വേണമെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ 3 മാസം കൊണ്ട് ഞാൻ ഈ വീട് പണിതു. അതുപോലെ തന്നെ ഇയാൾക്ക് അമ്മ എടുത്തുകൊണ്ട് നടക്കുന്നതിന് പരിഹാരമായിട്ട്, അല്ല അമ്മ 19 വർഷം എടുക്കുന്നതിന് പരിഹാരമായിട്ട് ഇയാൾക്ക് നല്ലൊരു വീൽ ചെയറും ഞാൻ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ 4-നാണ് ഈ വീട്ടിൽ കയറി പാല്. ഇന്നിപ്പോൾ ജൂലൈ 14-ആയി. 14-ാം തീയതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇയാൾക്ക് നല്ലൊരു വീൽ ചെയറും കൊടുത്തു. ഇവരുടെ വീടിൻ്റെ മൊത്തം കഷ്ടപ്പാട് മാറ്റാൻ പറ്റിയെന്നുള്ളത്. ഇവർക്കുള്ള ചിലവിന് കാശ് കൊടുത്തു. ഇനി അമ്മ ജോലിക്ക് ഉടനെ പോകണ്ട, കാരണം അതിനുള്ള ഫണ്ടും ഞാൻ കൊടുത്തു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടപ്പോൾ ഒരു കുടുംബം ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് സഹിക്കുമോ? കോട്ടയം അയർക്കുന്നതാണ് ഇത്. അയർക്കുന്നത്തെ 2ാമത്തെ വീടാണ് ഞാൻ പണിയുന്നത്. ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി നൽകാതെ താങ്കളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. എനിക്ക് ആരോപണങ്ങൾ ഉയരുമ്പോൾ ഞാനല്ലല്ലോ മറുപടി തരേണ്ട, അത് ജനങ്ങളല്ലേ. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ? മുന്നോട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു പോവുക, വീടുകൾ പണിയുക, കുടുംബങ്ങളെ ജപ്തികൾ ഒഴിവാക്കുക, കുടുംബങ്ങളെ സംരക്ഷിക്കുക, അവർ മുന്നേ പറഞ്ഞ പോലെ കടുങ്കൈ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി. ഞാൻ ഇനി മുന്നോട്ട് അത് തന്നെ ചെയ്യുള്ളൂ. എനിക്ക് പ്രതികരിക്കാൻ നിന്ന ഒത്തിരി പേരോട് പ്രതികരിക്കണം. ഓരോരുത്തരുടെ റീച്ചിന് വേണ്ടി ഇടുന്ന വീഡിയോയ്ക്കല്ല ഞാൻ പ്രതികരിക്കാൻ നിന്ന എങ്ങനെ ഇരിക്കും? ഞാൻ മുന്നോട്ട് പോകും. ഇനിയും പ്രവർത്തിക്കും. എൻ്റെ വരുമാനത്തിൽ 50% വരുമാനം കൊണ്ട് ഞാൻ പാവങ്ങളെ ഇനി, അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ ഞാൻ ഇനിയും കാക്കും. ഇനി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് എത്ര നെഗറ്റീവ് ഉണ്ടായാലും. സുരക്ഷിതമായി അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകിയതിന് ശേഷം ഈ പെൺകുട്ടിക്ക് ഒരു ഇലക്ട്രിക് വീൽ ചെയറും സമ്മാനിച്ചാണ് അച്ചായൻസ് ഗോൾഡ് ഉടമ ടോണി വർക്കിച്ചൻ ഇവിടെ നിന്ന് മടങ്ങിയത്. കോട്ടയം അയർക്കുന്നത്ത് നിന്നും ക്യാമറ പേഴ്സൺ NK അനിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.